ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇതൊരു കേക്ക് ഡിസൈൻ വ്ളോഗാണ്. ഇന്നത്തെ എൻ്റെ ഓർഡർ വാഞ്ചായിരുന്നു 1 kg. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാനില സ്പഞ്ച് വെച്ച് അതിലേക്ക് കേക്ക് വെറ്റ് ചെയ്തു, ഒരു മിൽക്ക് സോസ് വെച്ച്. പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് അങ്ങനെ ക്രീം ഒരു ലെവലാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത്, എന്നിട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് മണ്ടയിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് അത് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്ത് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ അടുത്ത ലെയർ വാനില വെച്ച് അങ്ങനെ ചോക്ലേറ്റ് വെച്ച് അങ്ങനെ കേക്ക് ഫുള്ള് ക്രം കോട്ട് ചെയ്തെടുക്കും. അപ്പം അതുവരെ കാണാം. കേക്ക് എന്നിട്ട് ഫുൾ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാണ്. ഫുൾ ക്രീം അപ്ലൈ ചെയ്ത് സൈഡും മുകളിലും എല്ലാം ഒരേ ലെവലാക്കി നമ്മൾ സ്ക്രേപ്പർ കൊണ്ട് സൈഡിലൊരു സ്ക്രേപ്പ് ഡിസൈൻ കൊടുക്കുകയാണ്. സ്ക്രേപ്പ് ഡിസൈൻ കൊടുത്തിട്ട് നമ്മൾ എഡ്ജസൊക്കെ കറക്റ്റ് ഷേപ്പാക്കി ലെവലാക്കി എടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഫ്രീസായിരിക്കുന്ന കേക്കിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിൻ്റെ മണ്ടേക്ക് വാഞ്ചോടെ ഡിസൈൻ പോലെ ഡാർക്ക് ചോക്ലേറ്റും കൊണ്ട് ലൈൻസ് കൊടുത്തിട്ട് അത് നമ്മളൊരു സ്ക്യൂർ വെച്ചിട്ട് വാഞ്ചോടെ ഡിസൈൻ വരാൻ വേണ്ടി അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സിസാക്ക് പോലെ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മണ്ടേക്ക് കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സും കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കിൽ പേരെഴുതി കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ നെയിം എഴുതി കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫുള്ള് ഡിസൈൻ ചെയ്തെടുത്തു. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.